In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. The length of a side was then computed as 10 meter. What is the area in the problem? What are the length of the sides of the rectangle in the correct problem? അതായത് നമുക്ക് ഇതിന്റെ മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ചതുരം നിർമ്മിക്കാനുള്ള പ്രശ്നത്തെ സമവാക്യമാക്കിയപ്പോൾ ചുറ്റളവ് 42 പകരം 24 എന്ന് തെറ്റായി എഴുതി പോയി. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 എന്ന് കിട്ടുകയും ചെയ്തു. പ്രശ്നത്തിലെ പരപ്പളവ് എത്രയാണ്? ശരിയായ പ്രശ്നത്തിന്റെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? അതായത് ഒരു ചതുരത്തിന്റെ ഇക്വേഷൻ എഴുതിയ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനുള്ള ഇക്വേഷൻ എഴുതിയ സമയത്ത് 42 പകരം 24 തെറ്റായിട്ട് എഴുതി. അപ്പൊ നമുക്ക് കിട്ടിയത് നീളം 10 ആണ്. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദ്യം. അതേപോലെ ശരിയായ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ലെങ്ത് 10 തന്നിട്ടുണ്ട്, പെരിമീറ്റർ 24 തന്നിട്ടുണ്ട്. 42 പകരം 24 എഴുതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം 2 × l + b ആണ്, അത് 24 ആണ്. അതിൽ നിന്ന് l + b = 24/2 കിട്ടും. 24/2 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. അതിൽ l ഞാൻ x എന്ന് എടുത്തത്, അഥവാ l നെ ഞാൻ x എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ l നമുക്ക് x അല്ല, l നമുക്ക് ലെങ്ത് നമുക്ക് 10 തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നീളം 10 എന്നാണ് കിട്ടിയത്. അപ്പൊ ലെങ്ത്തിനെ ഞാൻ 10 എന്ന് എടുത്തു. അപ്പൊ ബ്രെഡ്ത്ത് എന്തായിട്ട് വരും? ആ 10നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 12 - 10. ഓക്കെ, ലെങ്ത് 10 തന്നിരുന്നു, 42 പകരം നമ്മൾ 24 ആണ് പെരിമീറ്റർ ആക്കി എടുത്തത്. ലെങ്ത് അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടിയിരുന്നു. അപ്പൊ 2 × l + b നമുക്ക് 24 കിട്ടി. അപ്പൊ l + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കിട്ടും. ലെങ്ത് 10 നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ? നീളം 10 നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയല്ലോ. അപ്പൊ ആ ലെങ്ത്തിന്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുത്തു. അപ്പൊ 10 + b എന്ന് പറഞ്ഞാൽ 12. അതിൽ നിന്ന് b = 12 - 10 എന്ന് കിട്ടും, അഥവാ 2 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് 10 എന്നും കിട്ടി, ബ്രെഡ്ത്ത് 2 എന്നും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കാണാലോ, ലെങ്ത് × ബ്രെഡ്ത്ത് അഥവാ 10 × 2 20. ഓക്കെ, അപ്പൊ ഈ ഏരിയക്ക് മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ? പെരിമീറ്റർ മാറിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ മാറി ഇതായിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ആ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിക്കുമ്പോൾ നമുക്ക് ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ഏരിയ. പെരിമീറ്റർ ആണ് നമുക്ക് തെറ്റിപ്പോയത്, ഏരിയയിൽ തെറ്റ് വന്നിട്ടില്ല. ആ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ദെൻ ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. അതിൽ നിന്ന് ബീനെ നമുക്ക് 20/l എന്ന് എഴുതാം. ബീനെ നമുക്ക് എന്ത് ചെയ്താം? 20/l എന്ന് എഴുതാം. ഇനി ഒറിജിനൽ പെരിമീറ്റർ 24 അല്ല, എത്രയാണ്? 42 ആണ്. എത്രയാണ്? 42. 42 പകരമാണല്ലോ നമ്മൾ 24 എഴുതിയത്. അപ്പൊ 2 × l + b എന്ത് കിട്ടും? 42 എന്ന് കിട്ടും. അതിൽ നിന്ന് l + b = 42/2 21 കിട്ടും. അതിൽ b എന്ന് പറയുന്നത് 20/l ആണ്. അപ്പൊ ആ ബിയുടെ സ്ഥാനത്ത് ഞാൻ 20/l കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. l × l l² + 20/l = 21. ഇനി ഈ l നെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇതിവിടെ ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോ ഗുണിക്കാനാവും. അപ്പൊ l² + 20 = 20l. ഇനി 21l. ഇനി 21l നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിവിടെ പ്ലസ് ആണല്ലോ, അപ്പുറം വരുമ്പോ എന്താവും? മൈനസ് ആവും. അപ്പൊ l² - 20l + 20 = 0 എന്ന് കിട്ടും. ഇനി നമുക്ക് -b + (b² - 4ac) കൊടുക്കാം. അതിൽ കൊടുത്തു, -b + (l) കൊടുത്തു. നമ്മളുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ കൊടുത്തു. a എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് l². ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വന്നിരുന്നത്. ഇങ്ങനെ l² - 21x + 20 = 0. ഇങ്ങനെയായിരുന്നു വന്നിരുന്നത് അല്ലെ? അപ്പൊ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൈനസ്. ഇനി ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -21. ഓക്കെ, +(b² - എന്ന് പറയുമ്പോൾ -21ന്റെ സ്ക്വയർ -4ac. 4 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² ന്റെ കൂടെ 1² എന്ന് ഇവിടെ ഇട്ടിരിക്കണം അല്ലെ? x² ന്റെ കൂടെ ഉള്ളത് അത് 1. c എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് 20/2 × a. എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ 21 + (-) 21ന്റെ സ്ക്വയർ 441 - 4 × 1 4 4 × 20 80 എന്ന് കിട്ടും. /2 × 1 2. ഇനി 441 80 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 361 കിട്ടും. ഇനി 361ന് റൂട്ട് ഉണ്ട്. 361ന്റെ റൂട്ട് എത്ര വരും? 19 വരും. റൂട്ട് കാണുന്നത് ഒന്നുകൂടി പറയാം നമുക്ക്. 1ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ 1ലോ അല്ലെങ്കിൽ 9ലോ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും.
അത് 1ന്റെ സ്ക്വയർ 1ലാണ് അവസാനിക്കുന്നത്, 9ന്റെ സ്ക്വയറും 1ലാണ് അവസാനിക്കുന്നത്. അപ്പൊ 1ലോ അല്ലെങ്കിൽ 9ലോ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും. ഇനി 300 സംതിങ് ആണ്. 10ന്റെ സ്ക്വയർ 100ആണ്, 100ന്റെ മേലെ പോയിട്ടുണ്ട്. 20ന്റെ സ്ക്വയർ 400 ആണ്, 400ന്റെ മേലെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 19. നമ്മൾ പിന്നെ ഗുണിച്ചു നോക്കാൻ വേണം കേട്ടോ. അപ്പൊ നമുക്ക് 11 അല്ലാന്ന് അറിയാം, കാരണം 11ന്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് അറിയാനാണ് 121. അപ്പൊ നമുക്ക് 19 × 19 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 361 കിട്ടും. അപ്പൊ 19 കിട്ടി. ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 21 + 19/2 എന്നും 21 - 19/2. 21 + 19 ചെയ്യുമ്പോൾ 40/2 എന്ന് കിട്ടും. 21 - 19 ചെയ്യുമ്പോൾ 2/2 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഈക്വൽ ടു ഈ 40/2 20 എന്ന് കിട്ടും, അല്ലെങ്കിൽ ലെങ്ത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിൽ ലെങ്ത് 20 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 1 ആയിരിക്കും, ലെങ്ത് 1 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 20 ആയിരിക്കും. അപ്പോൾ നമ്മൾ നീളം കൂടിയതിനെയാണ് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ലെങ്ത് ഈക്വൽ ടു 20 എന്നും ബ്രെഡ്ത്ത് ഈക്വൽ ടു 1 എന്നും പറയാം. നീളം 20ഉം വീതി 1ഉം.